So moving to voltage regulators ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത്. നമ്മൾ കണ്ടായിരുന്നു വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട് ദറ്റ് പ്രൊവൈഡ്സ് സ്റ്റേബിൾ ഡി സി വോൾട്ടേജ് വിച്ച് ഇസ് ഇൻഡിപെൻഡൻറ്റ് ടു ലോഡ് കറണ്ട്, ടെമ്പറേച്ചർ ആൻഡ് AC ലൈൻ വോൾട്ടേജ് വേരിയേഷൻസ്. ടൈപ്സ് നമ്മൾ കണ്ടായിരുന്നു. ഫിക്സഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്റർ വിത്ത് എ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഔട്ട്പുട്ട് വോൾട്ടേജ്, adjustable output voltage regulator with a positive and negative output voltage, സ്വിച്ചിങ് റെഗുലേറ്റേഴ്സ്. ഇത്രയും ടൈപ്സ് നിങ്ങൾ കണ്ടായിരുന്നു. ഇനി സ്പെഷ്യൽ ടൈപ്പ് ഓഫ് വോൾട്ടേജ് റെഗുലേറ്റർ നമ്മൾ കാണാൻ പോവുകയാണ്. ദിസ് 78XX ആസ് വെൽ ആസ് 79XX. 78XX എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫിക്സഡ് വോൾട്ടേജ് റെഗുലേറ്റർ വിത്ത് എ പോസിറ്റീവ് ടൈപ്പ് ഔട്ട്പുട്ട് വോൾട്ടേജ്. 78XX കണക്ഷൻ ഡയഗ്രമാണ് ഈ വരച്ച് വെച്ചേക്കുന്നത്. അതിനൊരു ഇൻപുട്ട് സെക്ഷനും ഔട്ട്പുട്ട് സെക്ഷനും ഉണ്ട്. ഇൻപുട്ട് സെക്ഷനിലൊരു CIN എന്ന് പറഞ്ഞ കപ്പാസിറ്റർ ഉണ്ട്. ഔട്ട്പുട്ട് സെക്ഷൻ Cout എന്ന് പറഞ്ഞൊരു കപ്പാസിറ്റർ ഉണ്ട്. പ്രോപ്പർ ഓപ്പറേഷൻ റിക്വയേഴ്സ് എ കോമൺ ഗ്രൗണ്ട് ഫോർ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഈ ICയുടെ പ്രോപ്പർ ഓപ്പറേഷന് വേണ്ടിയിട്ടൊരു കോമൺ ആയ ഒരു ഗ്രൗണ്ട് വേണം ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജസ്. ഓക്കെ, ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജസ് കോൾഡ് ഡ്രോപ്പ് ഔട്ട് വോൾട്ടേജ്. ഇതിൻ്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻപുട്ടും ഔട്ട്പുട്ട് Vinനും Voutഉം പറയുന്ന പേരാണ് ഡ്രോപ്പ് ഔട്ട് വോൾട്ടേജ്. ആൻഡ് ഇറ്റ് മസ്റ്റ് ബി 2 വോൾട്ട് ഈവൻ ഡ്യൂറിങ് ലോ പോയിൻറ്റ് ഇൻപുട്ട് റിപ്പിൾ വോൾട്ടേജ്. ഇത് ഓർത്ത് വെക്കേണ്ടതാണ്. കപ്പാസിറ്റർ CIN എന്ന് പറയുന്നത് ഈസ് റിക്വയർഡ് ഇഫ് ദ റെഗുലേറ്റർ ഈസ് ലൊക്കേറ്റഡ് ആൻ അപ്രോപ്രിയേറ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ പവർ സപ്ലൈ. CIN ഇൻപുട്ട് കപ്പാസിറ്റർ റിക്വയർഡ് ആണ്. റെഗുലേറ്റർ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ആൻ അപ്രോപ്രിയേറ്റ് ഡിസ്റ്റൻസ് ഫ്രം എ പവർ സപ്ലൈ. Okay, even CIN is not required. It may be used to improve the transient response of the regulator. Okay, ഇനി അടുത്തത് 78XX ഫീച്ചേഴ്സ് നമുക്ക് കാണാം. 3 ടെർമിനൽ ഡിവൈസ് ആണ്. പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ വിത്ത് 9 വോൾട്ടേജ് ഓപ്ഷൻസ്. ഇതിന് നമുക്ക് 9 വോൾട്ടേജ് വരെ നമുക്ക് തരാൻ പറ്റുന്ന ഒരു 3 ടെർമിനൽ വോൾട്ടേജ് റെഗുലേറ്ററാണ് 78XX. ഹൈ ഔട്ട്പുട്ട് കറണ്ട് തരുന്നുണ്ട്, ടിപ്പിക്കലി ഓഫ് 1.5 amps. ഷോർട്ട് സർക്യൂട്ട് കറണ്ട് എന്ന് പറയുന്നത് 750 mA ആണ് അറ്റ് 5 വോൾട്ട്. ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് 3D ബയോമെട്രിക്സ്, ഹൈപ്പർസ്പെക്ട്രൽ ഇമേജിംഗ്, സ്പെക്ട്രോസ്കോപ്പി. 3D ബയോമെട്രിക്സ്, ഹൈപ്പർസ്പെക്ട്രൽ ഇമേജിംഗ് ആൻഡ് സ്പെക്ട്രോസ്കോപ്പി. ഇനി 78XX 9 വോൾട്ടേജസ് തരുന്ന വാല്യൂസാണിത്. 7805 എന്ന് പറയുന്നത് സീരീസ് വോൾട്ടേജ് റെഗുലേറ്ററാണ് 78XX വിച്ച് ഗീവ്സ് എൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് 5 വോൾട്ട്. 7806 ആണെന്നുണ്ടെങ്കിൽ വിച്ച് ഗീവ്സ് എൻ ഔട്ട്പുട്ട് വോൾട്ടേജ് ഓഫ് 6 വോൾട്ട്. അടുത്തത് 08 ആണെങ്കിൽ 8 വോൾട്ട്. 09 ആണെങ്കിൽ 9 വോൾട്ട്. 10 ആണെന്നുണ്ടെങ്കിൽ 10 വോൾട്ട്. 12 ആണെന്നുണ്ടെങ്കിൽ 12 വോൾട്ട്. 15 ആണെന്നുണ്ടെങ്കിൽ 15 വോൾട്ട്. 18 ആണെന്നുണ്ടെങ്കിൽ 18 വോൾട്ട്. 24 ആണെന്നുണ്ടെങ്കിൽ 24 വോൾട്ട്. സോ ഇറ്റ് ഹാസ് ദ കേപ്പബിലിറ്റി ടു ഡെലിവർ 24 വോൾട്ട്. ഓക്കെ, മാക്സിമം ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 35 വോൾട്ടാണ് ഇൻപുട്ടിൽ വരുന്ന വോൾട്ടേജ്. മിനിമം ഇൻപുട്ട് വോൾട്ട് എന്ന് പറയുന്നത് പ്ലസ് 2.5 വോൾട്ടാണ്. ഇനി 7805 എന്ന് പറഞ്ഞാൽ വിച്ച് ആക്ട്സ് ആസ് എ കറണ്ട് സോഴ്സ്. അതെങ്ങനെയെന്നുള്ളത് നമുക്ക് കാണാം. 7800 റെഗുലേറ്റേഴ്സ് ആർ എംപ്ലോയിഡ് ആസ് കറണ്ട് സോഴ്സ്. എ ടിപ്പിക്കൽ കണക്ഷൻ ഡയഗ്രാം ഓഫ് 7805 IC ഹാസ് 0.5 ആംപിയർ കറണ്ട് സോഴ്സ് ഈസ് ഡെപ്പിക്റ്റഡ് ദെയർ. ഇതാണ് സർക്യൂട്ട് 7805 വിച്ച് ആക്ട്സ് ആസ് എ കറണ്ട് സോഴ്സ്. നോക്കിയാൽ മതി, ഇൻപുട്ട് സെക്ഷൻ ഉണ്ട്, ഇൻപുട്ടിലൊരു കപ്പാസിറ്റർ ഉണ്ട്, അതിൽ നിന്ന് ഔട്ട്പുട്ട് സെക്ഷനിലോട്ട് പോകുന്നു ഒരു റെസിസ്റ്റർ വിച്ച് ഇസ് കണക്റ്റഡ് ടു ലോഡ്. ദിസ് ഇസ് എ സർക്യൂട്ട് ഓഫ് 7805 വിച്ച് ആക്ട്സ് ആസ് എ കറണ്ട് സോഴ്സ്. The current source applied to a load, ഇതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ എഴുതുവാണ്. ലോഡ് കറണ്ട് IL is equal to VR by VR means output across the resistor R by R plus IQ. IQ is the current through the terminal 2. Through the terminal 2, or it can be the quiescent current in amperes. Quiescent current എന്തുവാന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും.
ഓർമ്മയുണ്ടാവുമല്ലോ, ക്യൂസൻറ്റ് കറണ്ട് എന്താണ്? ക്യൂ പോയിൻറ്റിനെ സ്റ്റെബിലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള കറണ്ട്, ദാറ്റ് ഈസ് ദ IQ. IQ is the quiescent current or the current through the terminal 2. Okay, in figure VR എന്താണെന്നുള്ളതും IL എന്താണെന്നുള്ളതും ഒക്കെ ഈ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും. ലൈക്ക് ദിസ് യു ആർ ഗെറ്റിംഗ് എ വോൾട്ടേജ് ഓഫ് 12 വോൾട്ട്. Vin ആണ് കിട്ടുന്നത് 12 വോൾട്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, നെക്സ്റ്റ് വി ആർ മൂവിങ് ടു നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ. 78XX സീരീസ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ ആണെന്ന് കണ്ടു. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ. നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ IC അവൈലബിൾ ആയിട്ടുള്ളത് 79XX സീരീസ് ആണ്. 79XX സീരീസ്. These ICs are similar to 78XX series but operating on ഏതാണ്? നെഗറ്റീവ് വോൾട്ടേജ് ആൻഡ് പ്രൊവൈഡിങ് എ റെഗുലേറ്റഡ് നെഗറ്റീവ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ നെഗറ്റീവ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറയുന്നത്. ദ കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് അറ്റ് ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് സൈഡ്സ് ആർ used to provide additional filter circuits of regulator circuit. That is, the capacitors connected at the input and output sides, inputലും ഔട്ട്പുട്ടിലും capacitors connect ചെയ്തേക്കുന്നത് provides additional filter circuits of the regulator circuit. ഇതിൻ്റെ കണക്ഷൻ രണ്ടും മറ്റ് 78XX കണക്ഷൻ പോലെയല്ല. These two connection are in such a way that it provides additional regulation for the circuit. Okay, so 79XX is also called a negative voltage regulator. Features of 79XX എന്ന് പറഞ്ഞാൽ same as that of 78XX except that 79XX are negative voltage regulator. They are available in same even voltage options with 2 extra voltage options of -2 and -5.2. 7905 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 വോൾട്ട് തരുന്നതായിരിക്കും. 7905 -5 വോൾട്ട്. 7905.5 എന്ന് പറഞ്ഞാൽ -5.2. ഇതാണ് വ്യത്യാസം. ഓക്കെ, നോക്കി മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വി ആർ മൂവിങ് ടു അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് റെഗുലേറ്റർ. വോൾട്ടേജസ് ക്യാൻ ബി വേരിഡ് ആൻഡ് യൂട്ടിലൈസ്ഡ്. വേരി ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതിനെയാണ് അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് റെഗുലേറ്റർ. ദാറ്റ് ഈസ് ഇറ്റ് ഇംപ്രൂവ്സ് ദ സിസ്റ്റം പെർഫോമൻസ്. LM317 ഈസ് ദ അഡ്ജസ്റ്റബിൾ വോൾട്ടേജ് റെഗുലേറ്റർ. ഈ LM317 ആണ് ലാസ്റ്റ് ടോപ്പിക് ഓഫ് യുവർ ലാസ്റ്റ് മൊഡ്യൂൾ. ഓക്കെ, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ് ഈ കാണിച്ചേക്കുന്നത്. ദിസ് ഇസ് LM317 IC. അതിൻ്റെ ഇൻപുട്ട് സെക്ഷൻ, അതിലൊരു കപ്പാസിറ്റർ C ഉണ്ട്, താഴെ ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഔട്ട്പുട്ടിൽ 2 റെസിസ്റ്റർ, ആൻഡ് ഇൻ ദാറ്റ് യു ആർ കണക്റ്റിംഗ് ടു ആൻ അഡ്ജസ്റ്റബിൾ പോയിൻറ്റ് അനദർ കപ്പാസിറ്റർ ടു ദ ഔട്ട്പുട്ട് സെക്ഷൻ. ഓക്കെ, ഇതിനകത്തൊരു പ്രത്യേകത നമ്മൾ 78XXലും 79XXലും കാണാത്തതിൻ്റെ ഒരു പ്രത്യേകത, ഇറ്റ് ഡസൻ ഹാവ് എ കോമൺ ഗ്രൗണ്ട്. അതെ, improves the system performance, improves the overall protection, overload protection, improves the system reliability. It is also a 3-terminal adjustable voltage regulator capable of supplying more than 1.5 amps over an output voltage range of 1.25 to 37 volt. It requires only 3 external resistors to set up an output voltage. It includes current limiting, thermal overload protection and safe operating areas protection. ഓക്കെ, ഇതെല്ലാം നിങ്ങൾ നോക്കി വെച്ചാൽ മതി, ഷോർട്ട് ആൻസർ ആയിട്ട് ചോദിക്കാം. ഫീച്ചേഴ്സ്: ഔട്ട്പുട്ട് വോൾട്ടേജ് റേഞ്ചസ് അഡ്ജസ്റ്റഡ് ഫ്രം 1.25 to 37 volt. ഔട്ട്പുട്ട് കറണ്ട് ഗ്രേറ്റ്സ് than 1.5 amps. Internal short circuit current limiting, thermal overload protection, output safe area compensation. Applications are also same as that of 78XX, which is 3D biometrics, hyperspectral imaging, spectroscopy. ഓക്കെ, അങ്ങനെ നമ്മുടെ വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ പോർഷൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ നോട്ട്സ് എഴുതുക, വീഡിയോ വെച്ച് നോട്ട്സ് എഴുതുക. നിങ്ങളുടെ ഹാൻഡ് റിട്ടൺ നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഡൗട്ട്സ് ഉള്ളത് ചോദിക്കുക. സോ നമ്മളുടെ 5 മൊഡ്യൂളിലെ എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമുക്ക് റിവിഷൻ നടത്തി നമുക്ക് അടുത്ത ടോപ്പിക്സ് റിവിഷനിലോട്ട് നമുക്ക് കടക്കാം. ഓക്കെ, ഡൗട്ട്സ് ഉള്ളത് നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ.